ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് കരുണയുടെ അവസാന മണിക്കൂർ എന്ന് പറയുന്ന ഒരു പുസ്തകം ഞാൻ കഴിഞ്ഞ പങ്കുവയ്ക്കലിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ആ പുസ്തകത്തിനെ കുറിച്ച് പറയാൻ അല്ല, അത് വായിച്ചു തരാനല്ല ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. എങ്കിലും അതിനോട് ബന്ധപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ മുമ്പിലൊന്ന് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ എല്ലാവരും അവസാന കാലഘട്ടത്തെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. അത് എനിക്ക് പലപ്പോഴും തോന്നും, ഒരു കാലത്തിൽ ശുദ്ധീകരാത്മാക്കളെ കുറിച്ച് ആരും സ്പർശിച്ചിരുന്നില്ല, ആരും പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആലോചിച്ച് കുറേ അനുഭവങ്ങളൊക്കെ ഈശോ പറഞ്ഞിട്ടാണ് ഞാനത് പറയാൻ തുടങ്ങിയത്. കാരണം കൃത്യമായ അനുഭവങ്ങളാണ്. ഈ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കുന്നതിൻ്റെ ഒരേ ഒരു ഉദ്ദേശം, സഹനസഭയിൽ ഒരു മക്കളുണ്ട്, അത് സഭയുടെ ഭാഗമാണെന്നും ഈ ലോക ജീവിതം കഴിഞ്ഞാൽ പരലോകവാസം, നിത്യമായ ഒരു ജീവിതം പിതാവിനോടൊപ്പം ഉണ്ട് എന്നുള്ള ബോധ്യം കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ കണ്ടിരുന്ന കാഴ്ചകളൊക്കെ ഞാൻ യൂട്യൂബിൽ പറയാൻ തുടങ്ങിയത്. ഞാൻ പറഞ്ഞതിന് ശേഷം കുറേ മക്കൾ എന്നോട് തന്നെ യൂട്യൂബേഴ്സ് പറഞ്ഞിട്ടുണ്ട്, ചേച്ചി ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾക്കിതിനെക്കുറിച്ച് പറയാനായിട്ട് ധൈര്യം വന്നതെന്ന്. ഞാൻ അതിൽ ഭയങ്കര സന്തോഷമുള്ളവളാണ്. കാരണം എപ്പോഴും ആദ്യത്തെ ഒരു പ്രതിസന്ധികൾ തരണം ചെയ്യാൻ ദൈവം എന്നെ അനുവദിക്കാറുണ്ട്. നഷ്ടധൈര്യമാകാതെ, ഭയപ്പെടാതെ കിട്ടുന്ന സത്യങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്ന് ഈശോ പറയുന്നത് കൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഇപ്പോഴും ശുദ്ധീകരാത്മാക്കളുടെ വലിയ ഇടപെടലുകൾ ഓരോ പ്രാർത്ഥനാ കൂട്ടായ്മയിലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലരൊക്കെ അത് അവിശ്വാസം മൂലം അവർക്കത് അംഗീകരിക്കാൻ കഴിയാതെ ഇരുന്നവർ പോലും പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വരുമ്പോൾ ഓരോ ആത്മാക്കളുടെ പേര് ചോദിക്കുമ്പോൾ അവർ അതിശയിച്ചു പോകുന്നുണ്ട്. കാരണം ഇതൊക്കെ ഉണ്ടല്ലേ എന്ന്. ഈ ആത്മാക്കളെ ഞാൻ പേര് പറയുന്നു അല്ലെങ്കിൽ കാണുന്നു എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും നിങ്ങൾക്കൊരു ക്ലിയറൻസ് തരുന്നുണ്ട്. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ മുഴുവൻ ചേച്ചിയുടെ വീട്ടിലേക്ക് വരുന്നില്ല. അവരൊക്കെ ശുദ്ധീകരണ സ്ഥലത്ത് തന്നെയാണ്, അവർ അവിടെ സഹിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ അവരുടെ അവസ്ഥ എന്താണെന്ന് എനിക്ക് കാണിച്ചു തരാൻ ഈശോ ഒരു ദർശനം തരുന്നു എന്നേ ഉള്ളൂ. എപ്പോഴും ഇത് തെറ്റിദ്ധരിക്കപ്പെടരുത്. പ്രത്യക്ഷീകരണമല്ല, എനിക്ക് കണ്ണടച്ച് കാണുമ്പോൾ ഉണ്ടാകുന്ന ദർശനങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. പക്ഷേ ഒട്ടുമിക്ക കാര്യങ്ങളും ഇവിടെ സത്യമായിട്ട് തീരുന്നത് കൊണ്ട് ഒരു പരിധിവരെ ഒരുപാട് യുവജനങ്ങൾ ഇപ്പോൾ ശുദ്ധീകരാത്മാക്കളെ സ്നേഹിക്കുന്നുണ്ട്, ഭയത്തിൽ നിന്നും മാറിയിട്ടുണ്ട്. പണ്ട് സെമിത്തേരി കാണുമ്പോൾ ഓടിപ്പോവായിരുന്നു. ഇപ്പോൾ അവർ പറയുന്ന ആൻറ്റിയുടെ ടോക്ക് കേട്ടതിന് ശേഷം അവരോടൊരു സ്നേഹം വന്നു തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല, അവരിവിടെ വരുമ്പോൾ അവരുടെ മരിച്ചുപോയവരുടെ പേരുകളും മറ്റും വെളിപ്പെടുത്തി തരുമ്പോൾ അവർക്ക് സന്തോഷമാവുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ലോക അവസാനത്തെക്കുറിച്ച് ഞാനിപ്പോൾ പറയുമ്പോൾ, ഈശോ ഓരോ സന്ദേശം തന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് ഒരു കാര്യം എടുത്തു പറയാം. ഈ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും അധികം കൊണ്ടു നടക്കേണ്ടതും വായിക്കേണ്ടതുമായിട്ടുള്ള പുസ്തകം വിശുദ്ധ ഗ്രന്ഥമാണ്. നമ്മുടെ കയ്യിലുള്ള ഈ ചുമന്ന പുസ്തകമുണ്ടല്ലോ, ഇത് തന്നെയാണ് നമ്മൾ കൊണ്ട് നടക്കേണ്ട പുസ്തകം. ഈ ഒരു വിശുദ്ധ ചുമന്ന പുസ്തകത്തിലുണ്ട് നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഈ പുസ്തകത്തിലുണ്ട്. ഇതിനെ മറികടക്കാനായിട്ട് ഒരു പുസ്തകവും ഇല്ല. നിങ്ങൾക്ക് പാപം ചെയ്താൽ എന്ത് ചെയ്യണം അതറിയണോ? സുവിശേഷത്തിൽ എഴുതി നോക്കിയാൽ മതി. യോഹന്നാൻ സ്നാപക യോഹന്നാൻ പറയുന്നുണ്ട്, മാനസാന്തരപ്പെട്. അത് തന്നെയാണ് ഇന്ന് പല ഭാഷകളിൽ, പല രീതികളിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടും മറ്റ് പല പ്രചോദനങ്ങളിൽ കൂടെയൊക്കെ എഴുതിയെടുക്കുന്ന പുസ്തകങ്ങളൊക്കെ പറയുന്നത് എന്താണെന്നറിയോ? മാനസാന്തരപ്പെട്. അതിനേക്കാൾ വലിയ സുവിശേഷമില്ല.
ഇനി ലോകാവസാനത്തിനെ കുറിച്ച് അറിയുന്നു. നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥം വായിക്കി. ഞാൻ ഓരോ ക്ലാസ്സുകളിലും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ ഇന്ന വചനം, ലോകാവസാനത്തെ കുറിച്ചിട്ടുള്ള വചനങ്ങൾ ഒന്നും നിഷേധിക്കാൻ പറ്റില്ല. എല്ലാതും സംഭവിക്കുക തന്നെ ചെയ്യും. ഇത് പറയുമ്പോൾ എല്ലാം ബൈബിളിക്കലി സത്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ വിശ്വസിച്ചാൽ മതി. ചിലപ്പോൾ ചില പുസ്തകങ്ങളൊക്കെ കുറേ പേരെ വഴിതെറ്റിക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ നമ്മൾ അവസാന കാലമായി എന്ന് ഓരോ ക്ലാസ്സുകളിലും ഓരോ പങ്കുവെക്കലുകളും പലരും പറയുമ്പോഴും ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യമാണ്, ഓടി നടക്കാനല്ല പറയുന്നത്. ഓടി നടന്നിട്ട് ഒരു കാര്യവുമില്ല. കർത്താവും മാതാവും വന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ മാനസാന്തരപ്പെടുക എന്നുള്ളതാണ്. പാപത്തെക്കുറിച്ച് പശ്ചാത്തപിക്കുക. അത് റോസാമിസ്റ്റിക്ക മാതാവ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥന, പരിഹാരം, അനുതാപം. പ്രാർത്ഥന, പരിഹാരം, പശ്ചാത്താപം. ഈ മൂന്നാണ് ഈ അവസാന കാലത്ത് ചെയ്യണമെന്ന് 400 വർഷങ്ങൾക്ക് മുൻപ് തൊട്ട് മാതാവ് പറഞ്ഞു തുടങ്ങിയിട്ടുള്ളതാണ്. ഇന്നും ഇന്നലെയും പ്രവചിച്ച കാര്യങ്ങളല്ല ചേച്ചി ആയാലും മറ്റുള്ളവരായാലും ഈ പുസ്തകങ്ങളിലൂടെ പറയുന്നത്. ഇന്നോ ഇന്നലെയോ പ്രവചിച്ച കാര്യങ്ങളല്ല. ഫാത്തിമയിലും അക്കിത്തായാലും ലേഡി ഓഫ് ഗുഡ് സക്സസിലും മെജിഗോറിയയിലും എവിടെയൊക്കെ മാതാവ് വന്നിട്ടുണ്ട്, അവിടെയൊക്കെ റുവാണ്ടയിലെ സഗദേശിയോടും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ അവസാന കാലത്തെക്കുറിച്ചാണ്. പക്ഷേ ഈ ലോകാവസാനം അല്ല യുഗ അവസാനം, ഇത് എന്നാണ് എന്ന് പിതാവിന് മാത്രമേ അറിയൂ എന്നും ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു ഡേറ്റും ആർക്കും കൊടുത്തിട്ടില്ല, ആർക്കും അത് അറിയൂല്ല. അതിനെക്കുറിച്ചുള്ള ക്ലൂസാണ്. ഈശോ എപ്പോഴും ഉപമകളിലൂടെ സംസാരിക്കുക. അതുപോലെ കർത്താവ് നമുക്ക് ഓരോ മുന്നറിയിപ്പുകൾ തന്ന് ഇങ്ങനെ സംഭവിക്കും അങ്ങനെ സംഭവിക്കുമെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ ഈ മുന്നറിയിപ്പുകൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എടുത്തു നോക്കിയാൽ, നിങ്ങൾ ഈ ബൈബിള് ശരിക്കും വായിക്കാന്നുണ്ടെങ്കിൽ ഇതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. പിന്നെ അത് വായിച്ചിട്ടും ജനത്തിന് മനസ്സിലാകുന്നില്ല, അതവർ ശരിക്കും അങ്ങോട്ട് ഉള്ളിലേക്ക് തട്ടുന്നില്ല എന്നൊക്കെ തോന്നുമ്പോഴായിരിക്കും പരിശുദ്ധ അമ്മ ഇങ്ങനെ വന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ വിശുദ്ധ ഗ്രന്ഥം എടുത്ത് നോക്കിയാൽ മലാക്കിയുടെ പുസ്തകത്തിൽ നമുക്ക് കാണാം കർത്താവിൻ്റെ ദിനം ആസന്നം. ദാനിയേലിൻ്റെ പുസ്തകം എടുത്ത് നോക്കി, അവിടെയുണ്ട് എന്തൊക്കെ സംഭവിക്കും. ജോയേൽ 2 എടുത്ത് നോക്ക്, അതിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. സക്രിയയുടെ പുസ്തകം 14 എടുത്തു നോക്ക്, കർത്താവിൻ്റെ ദിനം വരുന്ന കാര്യങ്ങൾ എപ്പോഴും പറയുന്നുണ്ട്. ഇത് പുതുമയുള്ള കാര്യമൊന്നുമല്ല, ഇത് പഴയ കാര്യം തന്നെയാണ്. അത് പൊടി പിടിച്ച് കിടക്കുകയാണ്. ആരും അതിനെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നില്ല. പക്ഷെ ഇത് ആ കാലഘട്ടമാണ്, ഇത് അവസാന കാലഘട്ടമാണെന്ന് ആലിസേച്ചൊരു പുസ്തകം പറയേണ്ടയും ആവശ്യമില്ല. ആരും ഒരു പുസ്തകം പറഞ്ഞില്ലെങ്കിലും ബോധവും ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം ഈ കാലത്തിൻ്റെ പോക്ക് കണ്ടാൽ ഇത് ശരിയല്ല എന്ന്. അതുകൊണ്ട് ഈ ലോകാവസാനത്തെക്കുറിച്ച്, യുഗാവസാനത്തെക്കുറിച്ച്, യുഗാന്ത്യത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഭയപ്പെട്ട് ഓടൊന്നും വേണ്ട. ഓടിയിട്ട് ഒരു രക്ഷയുമില്ല. കർത്താവ് പറയുന്നുണ്ട്, മാതാവും പറയുന്നുണ്ട്, എല്ലാ പ്രത്യക്ഷീകരണത്തിലും നിങ്ങൾ അവിടെ എവിടെയും അലയണ്ട, അറിവ് തേടി നടക്കണ്ട. അറിവ് തേടി നമ്മൾ അബദ്ധത്തിൽ ചെന്ന് ചാടും. ഇപ്പം ഇതാണ് പുസ്തകം, ഇതാണ് ശരിയെന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകത്തിൻ്റെ പിന്നാലെ എല്ലാവരും പോകുന്നത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എനിക്കറിയാം. ഞാൻ നിങ്ങളോട് പങ്കുവെച്ചിട്ടുണ്ട്. പിതാവ് ഇറങ്ങി വരുന്നു എന്ന് പറഞ്ഞ് ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, ലോകം അവസാനിക്കാൻ പോവാണ്. അങ്ങനെ കുറേ ആവശ്യമില്ലാത്ത കെട്ടുകഥകൾ മാർപ്പാപ്പന്മാരൊക്കെ ചേർത്താനാണെന്നാണ് കുറേ പേര് അന്ന് പറഞ്ഞിരുന്നത്. അത് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയ്ക്ക് മുമ്പ് തൊട്ട് തുടങ്ങി, ഒക്കെ ചേർത്താമാരാണ്. അങ്ങനെ കുറേ പറഞ്ഞിട്ടുണ്ട്. ഇതാ ഇപ്പോൾ ലോകം അവസാനിക്കും. ഞാൻ പറഞ്ഞല്ലോ 2000 അവസാനിക്കുമെന്ന് പറഞ്ഞു, 2012 കഴിഞ്ഞു, 12 കഴിഞ്ഞപ്പോൾ അതല്ല കുറച്ചും കൂടി നീട്ടിണ്ടെന്ന് പറഞ്ഞു, പിന്നെ ഇപ്പോൾ 27 പറയുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഒരാൾക്കും ഒരു ഡേറ്റോ വർഷമോ ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷേ അന്ത്യകാലം അടുത്തിട്ടുണ്ട്. അതിന് വേറെ പഠനമൊന്നും വേണ്ട. മനുഷ്യൻ്റെ മാറ്റം, പ്രകൃതിയുടെ മാറ്റം ഇത് കണ്ടാൽ മനസ്സിലാക്കാം ഇത് അന്ത്യകാലമാണെന്ന്. പക്ഷേ ഈ അവസാന കാലത്ത് ഓരോ ദർശനകർക്കും കിട്ടുന്ന മുന്നറിയിപ്പുകൾ നമ്മൾ എന്തിനാണ് ഇത് മനുഷ്യരുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്? യോനായുടെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചിട്ടില്ലേ? യോനായോട് പ്രവചിക്കാൻ പറയുന്നത്, നിങ്ങൾക്ക് നാശം വരുന്നു, മാനസാന്തരപ്പെട്, ചാക്കൊടുത്ത് ചാരം പൂശി ഉപവസിക്ക്,
ആ പ്രവാചകനെ കർത്താവ് അയച്ചില്ലേ, പോയി പ്രഘോഷിക്ക്, നാശം വരുന്നു. അത് വിചാരിച്ച് അത് ലോകത്തെ പേടിപ്പിക്കാനൊന്നല്ല, ആരൊക്കെ ഒരു ദൈവം ഇത് കാണുന്നില്ല എന്നുള്ള രീതിയിൽ, വളരെ മോശപ്പെട്ട രീതിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നു, അവരോടൊക്കെ കർത്താവിനൊരു മുന്നറിയിപ്പാണ്, ഞാൻ എല്ലാം കാണുന്നുണ്ട്, ഞാൻ ടൈം നീട്ടിത്തരാം. യോന പ്രവചിച്ചു, ജനം മാനസാന്തരപ്പെട്ടു, കർത്താവ് അവരെ ശിക്ഷിച്ചില്ല. അവിടെയാണ് നമ്മൾ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ജനം മാനസാന്തരപ്പെടണം, മനുഷ്യൻ മാനസാന്തരപ്പെടണം, കർത്താവ് അവരെ ശിക്ഷിക്കില്ല. നമ്മുടെ ദൈവം ശിക്ഷിക്കുന്നതിൽ വിമുഖനാണ്, അനുഗ്രഹിക്കുന്നതിൽ തിടുക്കം കൂട്ടുന്നവനാണ്. യോനായുടെ പ്രവചന പുസ്തകം എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണും. നീതിമാനായ ദൈവമാണ്. പിതാവായ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം കൊണ്ടാണ് സഹോദരങ്ങളെ ഇങ്ങനെ പിന്നാലെ നടന്ന് പറയുന്നത്, നിങ്ങൾ എൻ്റെ അടുത്തേക്ക് തിരിച്ചു വാ, ഇല്ലെങ്കിൽ നിങ്ങൾ മഹാശിക്ഷയെ ഫേസ് ചെയ്യേണ്ടി വരും. ഇനി ഈ മഹാശിക്ഷ വരുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ആ ഒരു ബുക്ക് പ്രകാരം പലരും തെറ്റായ വഴികളിലൂടെ പോയിട്ടുണ്ട്. സകല മാർപ്പാപ്പന്മാരും ചെറുത്താന്മാരാന്ന് പറഞ്ഞവരുണ്ട്. ലോകം ഇപ്പം അവസാനിക്കും, ഉള്ള സ്ഥലങ്ങളൊക്കെ വിറ്റ് ഓരോരോ സെക്റ്റുകളിൽ പോയിരിക്കുന്നവരുണ്ട്. അതൊക്കെ വിഡ്ഢിത്തരാന്ന് മനസ്സിലാക്കി ഇപ്പോൾ തിരിച്ചു വരുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പങ്കുവെച്ചു, ഒരു വിശിഷ്ടനായ ഒരു വ്യക്തി ലക്ഷങ്ങൾക്ക് പരിപ്പും പയറും ചാക്ക് കണക്കിന് വാങ്ങി വെച്ചു. ആരോ പിതാവ് ഇറങ്ങി വന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, നിന്റെ സ്ഥലമാണ് അവസാന കാലത്ത് കർത്താവ് ഇറങ്ങി വരാം. വർഷം എത്ര കഴിഞ്ഞുവെന്നറിയൂ? ഞാനൊക്കെ സുവിശേഷം പ്രഘോഷിക്കുന്ന കാലത്ത് ഉണ്ടായിട്ടുള്ളതാണ്. അത് അന്നേ ശരിയല്ല എന്ന് മനസ്സിലായി ഞാൻ ആൾക്ക് തിരുത്തലും കൊടുത്തിരുന്നു. പക്ഷേ വിശ്വസിച്ചില്ല. അപ്പോൾ എന്താണ് പറഞ്ഞതെന്നറിയോ? ആലിസ് അമ്മയ്ക്ക് പിശാചുണ്ടെന്നാണ് പറഞ്ഞത്. എനിക്ക് പിശാചുണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തെ വിളിച്ച് അത് തിരുത്തി കൊടുക്കണം, എൻ്റെ മകൻ്റെ പ്രായമുള്ളൂ. ഞാൻ പറഞ്ഞു, ഇത് ശരിയല്ല, ഇതൊന്നും ശരിയല്ല, ലോകാവസാനമൊന്നും ഇപ്പോൾ അല്ല. നമ്മൾ മാനസാന്തരപ്പെടാൻ, നമ്മുടെ ജീവിതം നല്ലതാണെന്ന് നമ്മൾ ഉറപ്പിക്കുക. അതിന് തന്നെ മനുഷ്യന് പറ്റില്ല. നമ്മളൊക്കെ എങ്ങനെ വിശുദ്ധി വരും? അതാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ആലിസ് അമ്മച്ചിയിൽ പിശാചുണ്ട്, അതാണ് ഈ പുസ്തകത്തിന് എതിർക്കണേ എന്നാണ് പറഞ്ഞത്. പ്രിയ സഹോദരങ്ങളെ, വർഷങ്ങൾ കഴിഞ്ഞു പോയി, ലോകം അവസാനിച്ചില്ല. അദ്ദേഹം ലക്ഷങ്ങൾ ചെലവാക്കി വാങ്ങിയ എല്ലാ പരിപ്പും പയറും കടലയും എല്ലാം കത്തിച്ച് കളയേണ്ടി വന്നു. അപ്പോൾ മനസ്സിലാക്കണം, ഇത് ശരിയായിട്ടുള്ള ഗൈഡൻസ് അല്ല ആ പുസ്തകത്തിൽ നിന്ന് തരുന്നത് എന്ന്. അതിൽ പറയും, എല്ലാവരും ഓടിക്കോ, എല്ലാം വിറ്റ് പെറുക്കിക്കോ, കാരണം നമ്മൾ മാത്രമേ രക്ഷപ്പെടുള്ളൂ. ആരാ ഈ നമ്മൾ? ഇന്ന് ഭൂമിയിൽ പിറന്നു വീണിട്ടുള്ള ഒരു മനുഷ്യൻ നീതിമാനുണ്ടോ? ഒരുവൻ പോലും ഉണ്ടോ? എല്ലാവർക്കും ഒന്നടങ്കം വഴിതെറ്റിയെന്ന് വിശുദ്ധ ഗ്രന്ഥം പറയുന്നില്ലേ? വഴിതെറ്റി. ഏത് നമ്മളാ രക്ഷപ്പെടാൻ പോകുന്നത്? കർത്താവ് പറഞ്ഞിട്ടുണ്ട്, മുമ്പന്മാർ പിമ്പിലും പിമ്പന്മാർ മുമ്പിലുമായിരിക്കും. എൻ്റെ വചനം അനുസരിക്കുന്നവനാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും. അല്ലാതെ വചനം കൈപ്പിടിച്ച് നടക്കുന്നവനല്ല, വചനം വ്യാഖ്യാനിക്കുന്നവനല്ല, അറിവുകൾ ശേഖരിക്കുന്നവരല്ല, അവരല്ല. കർത്താവ് പറഞ്ഞ എൻ്റെ വചനം അനുസരിക്കുകയും എൻ്റെ പിതാവിനെ അനുസരിക്കുകയും ചെയ്യുന്നവനാണ് എൻ്റെ കൂടെ ഉണ്ടായിരിക്കുക. പിന്നെ സുവിശേഷം ലോകം മുഴുവൻ എത്തണം, ലോകാവസാനമാവണമെങ്കിൽ. ശരിയാണ്, സുവിശേഷം ലോകം മുഴുവൻ എത്തും ലോകാവസാനത്തിന് മുൻപ്. അതിപ്പോൾ ഓൾറെഡി എത്തിക്കഴിഞ്ഞു മീഡിയയിലൂടെ. സുവിശേഷമാണ് കേട്ടോ എത്തേണ്ടത്, അല്ലാതെ സുവിശേഷത്തിൽ പറയുന്ന പേരുകൾ അറിയുന്നതല്ല സുവിശേഷം. നമ്മുടെ അമ്മാമ്മമാരും അപ്പാപ്പന്മാരൊന്നും ഈ വലിയ വലിയ പേരുകളൊന്നും അറിഞ്ഞിരുന്നില്ല. ഇന്നല്ലേ യേശുവിനെ ജോഷുവ എന്ന് വിളിക്കുന്നു, പിന്നെ പിതാവിന് യാഹുവേ എന്ന് വിളിച്ചിരുന്നു എന്നൊക്കെ നമ്മൾ ഓരോന്ന് പഠനങ്ങൾ വരുമ്പോൾ ഇങ്ങനത്തെ പേരുകൾ നമ്മൾ പഠിക്കുന്നത്. നമ്മുടെ അമ്മാമ്മമാർക്കും നമ്മുടെ പൂർവികർക്കൊന്നും ഇങ്ങനത്തെ പേരുകളുടെ ജ്ഞാനമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവരൊക്കെ വിശുദ്ധരായിട്ടുണ്ട്. അപ്പോൾ തെറ്റിദ്ധരിക്കരുത്, സുവിശേഷമാണ്
ലോകം മുഴുവൻ അറിയപ്പെടുക, എന്നിട്ടേ അന്ത്യം സംഭവിക്കും. അല്ലാതെ സുവിശേഷത്തിലെ ഓരോ പേരുകളും എല്ലാവർക്കും അറിയണം എന്ന് പറയുന്നത് വിഡ്ഢിത്തരമാണ്. ഈ 60 വയസ്സിനുള്ളിൽ ഞാൻ എത്ര പേര് അറിഞ്ഞിട്ടുണ്ടായിരിക്കും? തിയോളജി പഠിച്ചത് കൊണ്ട് കുറേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായിട്ടുണ്ടാകും. ലോകത്തെല്ലാവരും തിയോളജി പഠിക്കൂ, എല്ലാവർക്കും ഹിസ്റ്ററി അറിയോ, സഭാചരിത്രം അറിയോ? സഭാചരിത്രം അറിഞ്ഞെങ്കിലേ വിശുദ്ധിയിൽ ജീവിക്കാൻ പറ്റുള്ളൂ? അല്ല. സുവിശേഷം എന്താണെന്ന് മനസ്സിലാക്കിയാലും മതി. കർത്താവ് പറയുന്നു, ഞാൻ ആകെ ഒരു സുവിശേഷത്തിലെന്നുള്ളൂ, സ്നേഹത്തിൻ്റെ സുവിശേഷം. നിങ്ങൾ പരസ്പരം സ്നേഹിക്കും. 10 കൽപ്പനകൾ അറിഞ്ഞാൽ മതി. അല്ലാതെ ബൈബിളിൽ പല പേരുകളും പഴയ നിയമത്തിലുണ്ട്. അതിൻ്റെ ഒക്കെ അർത്ഥം ലോകം മുഴുവനുള്ളവർ അറിയണം, എന്നാലേ അന്ത്യം ആഗതമാകൂ എന്ന് ചിലർ പറയുന്നുണ്ട്. വലിയ വിഡ്ഢിത്തരാണത്. ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. കർത്താവ് പറഞ്ഞു, സുവിശേഷം, എൻ്റെ സുവിശേഷം ലോകമെങ്ങും അറിയപ്പെടും. എന്താണ് സുവിശേഷം? യോഹന്നാൻ മാമോദീസ കൊടുക്കുന്നതിന് മുമ്പ് പറഞ്ഞു, മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. സ്നാപക യോഹന്നാൻ്റെ വാക്കുകളാണിത്. മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ആ സുവിശേഷമാണ് ലോകം മുഴുവൻ എത്തുക. അല്ലാതെ ഇപ്പോൾ യോഹന്നാൻ ഒരു പേരുണ്ടായിരുന്നു, വേറൊരു പേരുണ്ടായിരുന്നു, പിന്നെയും ഒരു പേരുണ്ടായിരുന്നു, ഈശോയുടെ ഇന്നാൾ ആരായിരുന്നു, ഈ പേരുകൾ ലോകം മുഴുവൻ അറിയണം എന്നല്ല പറയുന്നത്. പിന്നെ പിതാവായ ദൈവത്തിന് ഇന്ന പേരുണ്ടായിരുന്നു, ആ പേരുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് അപഗ്രഥിച്ച് പഠിക്കേണ്ടവരൊക്കെ പഠിച്ചോട്ടെ, നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ആ അറിവ് ലോകം മുഴുവൻ എത്തണമെന്നല്ല കർത്താവ് പറഞ്ഞത്. എൻ്റെ സുവിശേഷം ലോകം മുഴുവൻ എത്തും ലോകാവസാനത്തിന് മുൻപ്. അതിപ്പോൾ ഓൾറെഡി എത്തിക്കഴിഞ്ഞു. സ്നേഹമാണ് കർത്താവിൻ്റെ സുവിശേഷം. അത് പല രീതിയിൽ ലോകത്തിൻ്റെ നാനാഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ടും ജനം മാനസാന്തരപ്പെടുന്നില്ല എങ്കിൽ നിങ്ങൾ ശിക്ഷ അനുഭവിക്കേണ്ട വരും എന്നാണ് ഈ ദർശനകർക്കൊക്കെ കിട്ടുന്ന പുസ്തകങ്ങളിൽ പറയുന്നത്. ഞാനിപ്പോൾ കരുണയുടെ അവസാന മണിക്കൂർ എന്ന് പറയുന്ന പുസ്തകമാണല്ലോ വായിച്ചു തരാം എന്ന് പറയുന്നത്. അതിനു മുമ്പ് വാഗ്ദാന പേടകത്തിൽ കുറച്ച് കാര്യം പറഞ്ഞിരുന്നു. അതിനു മുമ്പ് സെഗദേശിയുടെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പോസിറ്റീവായിട്ടുള്ള ഒരു ഫലമാണ് എനിക്ക് കിട്ടുന്നത്. പല മക്കളും, ഒരുപാട് മക്കൾ, എനിക്ക് ആ മെസ്സേജുകൾ നോക്കാൻ പോലും നേരമില്ല. എല്ലാവരും പറയുന്നുണ്ട് ഇങ്ങനത്തെ ബുക്കുകൾ കിട്ടുന്നത് വളരെ ഞങ്ങൾക്ക് പ്രചോദനമാവുന്നുണ്ട്. കാരണം ഒന്ന് തിരിഞ്ഞു നോക്കാൻ. ഈ ഓട്ടം എവിടേക്കാണ്? ഒരു ആക്സിഡൻറ്റ് മതി കഥ കഴിയാൻ. അതുകൊണ്ട് ഒന്ന് തിരിഞ്ഞു നോക്കാൻ ഈ പുസ്തകങ്ങൾ നമ്മെ സഹായിക്കും എന്നുള്ളതിന് ഒരു തർക്കവുമില്ല. എന്തുകൊണ്ടാണ് ഈ ലോകാവസാനത്തെക്കുറിച്ച് പറഞ്ഞ് പേടിപ്പിക്കല്ലേ, അത് പേടിപ്പിക്കല്ലേ എന്ന് ആരും പറയരുത്. യോനാ പ്രവാചകനോട് കർത്താവ് പറഞ്ഞില്ലേ, നീ പോയി പ്രവചിക്ക്, നശിപ്പിക്കും ഞാൻ. ജനം മാനസാന്തരപ്പെട്ടവരുടെ പാപങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞില്ലെങ്കിൽ ഞാൻ നശിപ്പിക്കും. അപ്പം യോനായും പറഞ്ഞു, എപ്പോഴും ഈ ശാപം എന്ന് പറയാൻ എന്തിനാ നീ എന്നെ പറഞ്ഞു വെച്ച്? എന്നിട്ട് അതിട്ട് വന്നുമില്ല. അതാ അദ്ദേഹത്തിൻ്റെ സങ്കടം. ഒരിക്കലും ശിക്ഷ നമ്മുടെ ലോകത്ത് വരല്ലേ എന്നാണ് പ്രാർത്ഥന. ഒരാൾ പോലും നശിക്കരുത്. അതിനു വേണ്ടിയാണ് പല വഴിക്കും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആകെ ഒരു കാര്യമേ ലോകാവസാനത്തിനെ കുറിച്ച് കേട്ടാൽ നിങ്ങൾ ചെയ്യണ്ടോ. അവിടെ എവിടെയും ഭൂമിയാടും ഇളകിയാടും, സൂര്യൻ പ്രകാശം തരില്ല, ഒക്കെ സംഭവിക്കുന്നേ. പറഞ്ഞതെല്ലാം സംഭവിക്കും. കാരണം പാപം അത്രമേൽ ഭൂമിയിൽ പെരുകി. ആരിലും വ്യത്യാസമില്ല, എല്ലാവരിലും. ഒരാളെപ്പോലും വിശിഷ്ട വ്യക്തി എന്നൊന്നും പറഞ്ഞു മാറ്റാൻ പറ്റാത്ത വണ്ണം എല്ലാവരുടെ മനസ്സിലും പാപം നിറഞ്ഞുപോയി. അതുകൊണ്ട് ഈ ലോകാവസാനത്തെക്കുറിച്ച് യുഗാന്ത്യത്തെക്കുറിച്ച് പറയണം. പറഞ്ഞാലേ വരും കാലത്തുള്ള നിത്യജീവിതം നമ്മുടെ പിതാവായ ദൈവവുമായിട്ട്, നമ്മെ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന പിതാവുമായിട്ട്, പിതാവ് അത് ആഗ്രഹിക്കുന്നത്, എൻ്റെ മക്കൾ എന്നോടൊപ്പം ആയിരിക്കണം. അതിനുള്ള വഴികളാണ് ഈ അവസാനത്ത് ഇങ്ങനെ ശിക്ഷ വരും എന്നുള്ള ഒരു ചെറിയ വാണിംഗ്. ചെറുതല്ല, വലിയ വാണിംഗ്. കുട്ടികളോട് നമ്മൾ പറയില്ലേ, ഇനി ചെയ്താൽ അടി കിട്ടൂട്ട. അപ്പോൾ കുട്ടികളൊന്ന് ചിന്തിക്കും. ഇത് തന്നെയാണ് മനുഷ്യ കുട്ടികളോടും അപ്പനായിട്ടുള്ള പിതാവ് പറയുന്നത്. ഇനിയും ഇത് ആവർത്തിച്ചാൽ ഞാൻ എൻ്റെ
പുത്രനെ ശിക്ഷിക്കാനായിട്ട് വിടും. പ്രിയ കൂട്ടുകാരെ, ഞാൻ ഈ ദിവസങ്ങളിലെല്ലാം വളരെ വേദനയോടെ ഓർക്കുന്നൊരു കാര്യമുണ്ട്. ഞാനടക്കമുള്ള എല്ലാ മനുഷ്യർക്കും എത്ര കേട്ടാലും നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമുക്ക് വിട്ടുനിൽക്കാനായിട്ട് പറ്റുന്നില്ല. നമ്മുടെ ചിന്തകളിൽ ദേഷ്യം വരും, കോപം വരും. അതല്ലെങ്കിൽ ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു മദ്യപാനിയായ മകൻ വീട്ടിൽ കയറി വന്നു. എന്നിട്ട് പറഞ്ഞു, ഇവിടെ പ്രാർത്ഥന നടക്കുന്നുണ്ടെന്ന് കേട്ടിട്ടാണ് വന്നത്. അപ്പോൾ എൻ്റെ ജീവിത പങ്കാളി ഫ്രാൻസിസ് ഏട്ടൻ പറഞ്ഞു, അത് ചൊവ്വാഴ്ച ദിവസം മാത്രമേ ഉള്ളൂ, ആൾ വയ്യാതെ കിടക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു അമ്മയുണ്ടെന്ന് വെച്ചാൽ വന്നേ, മാതാവിനെ പറയുന്നത്, ഞാനിവിടെ ഒരു അമ്മയുണ്ടെന്ന് വെച്ചാൽ വന്നത്. എന്നെ വല്ലാണ്ട് വിഷമിപ്പിച്ച് സങ്കടം വരുത്തിയൊരു ഡയലോഗാണ് അദ്ദേഹത്തിന് കേൾക്കണത്. അപ്പോൾ ഞാൻ ഇപ്പോൾ കുടിച്ചിട്ടാണ് വന്നേക്കണേ, ഫുള്ള് കുടിച്ചിട്ടുണ്ട്. എൻ്റെ ഭർത്താവിനോട് പറഞ്ഞതാ, ഞാൻ ഫുള്ള് കുടിച്ചിട്ടുണ്ട്. അതെ, എന്തെങ്കിലും ചെയ്ത് ഒന്ന് രക്ഷപ്പെടുത്തുമോ? കുടിക്കരുതെന്ന് ആഗ്രഹമുണ്ട്, ഒന്ന് രക്ഷപ്പെടുത്തുമോ? അത് ഓർക്കുമ്പോൾ സങ്കടം വരും. വ്യഭിചാരിയായിട്ടുള്ളൊരു മക്കൾ വന്നിട്ട് പറയും, ഭാര്യനെ കൂടാതെ 225 സ്ത്രീകളെ വ്യഭിചരിച്ചവനാ ഞാൻ, എൻ്റെ മുമ്പിൽ വന്നിട്ടുള്ളതാ. എന്നിട്ട് പറഞ്ഞു, പെങ്ങളെ, ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ എന്താ മാർഗം? ഞാൻ പറഞ്ഞു, ഇത് എൻ്റെ അടുത്തല്ല പറയണ്ടേ, കുമ്പസാരക്കൂട്ടിൽ പറയേ. അപ്പോഴാണ് രക്ഷയുടെ ആദ്യത്തെ മാർഗം തെളിഞ്ഞു കിട്ടുക. കാരണങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ പക്കൽ. പ്രിയ കൂട്ടുകാരെ, എൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ട്, ചേച്ചി ഈ ഡ്രഗ്സ് ഉപയോഗിക്കാതിരിക്കാൻ പറ്റുന്നില്ല, എങ്ങനെയെങ്കിലും ആൻറ്റി ഒന്ന് രക്ഷപ്പെടുത്തുമോ ഞങ്ങളെ? മറ്റുള്ളവരുടെ മുമ്പിൽ താഴാൻ പറ്റണില്ല ആൻറ്റി, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തുമോ? പ്രിയ കൂട്ടുകാരെ, ഈ അന്ത്യകാലത്ത് സാത്താൻ മനുഷ്യരെ ഇങ്ങനെയാണ് ചങ്ങലക്കിട്ടിരിക്കുന്നത്. ഒരിക്കൽ എന്നോടൊരു സുഹൃത്ത് പറഞ്ഞു, ആകെ പ്രശ്നമാണ് വീട്ടിൽ, ഒരാൾക്കൊരാളുടെ മുമ്പിൽ താഴാൻ പറ്റുന്നില്ല, കുടുംബം ആകെ അസ്വസ്ഥയായി, വെറുപ്പ്, വൈരാഗ്യം, വിദ്വേഷം, നീരസം, കോപം. ഈശോയെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഈഗോയുള്ള മനുഷ്യൻ്റെ കാലുമ്മേ ചങ്ങല കെടുക്കുക. കർത്താവ് പറഞ്ഞു, എൻ്റെ മക്കളൊക്കെ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ ഏതാണ് ശരിയെന്ന് തിരിച്ചറിയാതെ സാത്താൻ്റെ എല്ലാ വക ഗുണങ്ങളും ഹൃദയത്തിലേന്തി കർത്താവിനെ ആരാധിക്കുന്നു എന്നും പറഞ്ഞ് നടക്കുക. കർത്താവ് പറഞ്ഞു, ആ ചങ്ങലയൊന്ന് പൊട്ടിക്കാനായിട്ട് നിനക്ക് കുറച്ച് സഹനം ഏറ്റെടുക്കാൻ പറ്റുമോ? ഏറ്റെടുക്കാം ഈശോയെ എന്ന് പറഞ്ഞു. അന്ന് മുതൽ തുടങ്ങിയതാ ശരീരത്തിൻ്റെ വേറൊരു വെർഷൻ, വേറൊരു മുഖത്ത് കൂടെ പല പല ഭാഷയിലാണ് സഹനം. എന്തായാലും വിശുദ്ധ പിതാവിൻ്റെ തിരുനാൾ ദിനങ്ങളിൽ ആ ചങ്ങല പൊട്ടി. നമ്മുടെ മുമ്പിൽ വരുന്ന ഓരോ പാപികളും പ്രിയ സഹോദരങ്ങളെ ചങ്ങലയിൽ മേലാണ് വരുന്നതെന്ന് നമ്മൾ ഓർത്താറുണ്ടല്ലോ, നമുക്ക് അവരോട് ദേഷ്യം വരില്ല. പക്ഷേ ഈ പറയുന്ന ഞാൻ പോലും ദേഷ്യപ്പെടും കേട്ടോ. ഞാൻ ആ ഒരു കാര്യം പറയാനാണ് ഇന്നിവിടെ വന്നത്. ലോകം അവസാനിക്കാൻ പോകുകയാണെന്ന് കേട്ടാലും ചേച്ചി ചെയ്യുന്ന പാപങ്ങളും പറയുന്ന പാപങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. കാരണം ചങ്ങലയിൽ പിശാച് നമ്മളെ ചങ്ങലക്കിട്ടിരിക്കുക. ഞാൻ ഇന്നൊരു സൂത്രപ്പണി നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന് വെച്ചിട്ടാണ് വരുന്നത്. ഞാനിപ്പോൾ അന്ത്യകാലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം കഴിഞ്ഞാൽ എൻ്റെ ലോകം അവസാനിച്ചു, ഇത്രയേ ഉള്ളൂ. ചിലർക്കൊക്കെ അതിൻ്റെ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടാവും. എനിക്കൊക്കെ ടിക്കറ്റ് റെഡി ആയിട്ട് കിടക്കുക, വണ്ടി വരേണ്ട താമസമേ ഉള്ളൂ, കയറിയിരുന്നാൽ അങ്ങോട്ട് പോകാം. ചിലർക്കൊക്കെ ടിക്കറ്റ് മുന്നേ കിട്ടും, മുന്നറിയിപ്പുകൾ. നിങ്ങൾക്കൊന്നും അങ്ങനെ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ എന്നേക്കാൾ വേഗത്തിൽ നിങ്ങൾ യാത്രയാകും, പറയാൻ പറ്റില്ല. പക്ഷേ സാധാരണ മട്ടിൽ എനിക്കൊക്കെ ഒരു ധാരണയുണ്ട്, ഇത് എത്രത്തോളം മുന്നോട്ട് പോവും, എൻ്റെ കല്ലറയിലേക്കുള്ള ദൂരം എത്രയുണ്ട്. ഓരോ ദിവസം കഴിയുമ്പോഴും ഞാൻ വിചാരിക്കും, കല്ലറയിലേക്കുള്ള ദൂരം ഒരു ദിവസം കൂടി കുറഞ്ഞു. കല്ലറയുടെ നമ്പർ പറഞ്ഞിട്ട് ഞാൻ പറയും, 12ലേക്കുള്ള ദൂരം കുറഞ്ഞു. അത് അടുത്തുകൊണ്ടിരിക്കുക എന്ന് നമ്മൾ വിചാരിക്കും. കാരണം എൻ്റെ അവസ്ഥ അങ്ങനെയായതുകൊണ്ട്. ഒരു ദിവസം പോലും തെറ്റാതെ സ്കാനിങ്ങിന് ചെല്ലണം എന്ന് പറയുമ്പോൾ ഡോക്ടറുടെ മുഖത്തൊരു ഭീകരതയുണ്ട്. കാരണം മരുന്നില്ലാത്ത ഓട്ടാണ്, സ്പ്രെഡിങ് ടൈപ്പ് ക്യാൻസറാണ്, ക്രോണിക് ക്യാൻസർ. അപ്പം അതുകൊണ്ട് എനിക്ക് ഒറ്റ ഒരു ചിന്തയുള്ളൂ, പാപം ചെയ്യാതെ എങ്ങനെയെങ്കിലും ശുദ്ധീകരണ സ്ഥലം തൊടാതെ അങ്ങോട്ട് പോകണം.
അതിനാണ് അങ്ങനെ കിട്ടുന്ന ടിപ്സൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അല്ലാതെ ഈ ചേച്ചിക്ക് വേറെ പണിയില്ലാതെയല്ല, വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുക. അപ്പോൾ അനുദിന തെറ്റുകൾക്ക് പരിഹാര ജപം അത് ചൊല്ലിയപ്പോൾ ക്ലാര പുണ്യവതിയുടെ മഠത്തിൽ ഇങ്ങനെ നേരത്തെ പോയി. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു, ഞാനറിഞ്ഞ കാര്യം ലോകം മുഴുവൻ അറിയട്ടെ. അതുപോലെ ബൈബിളിൽ നിന്ന് വീണ് കിട്ടി പരിഹാര ജപമല്ല, മാപ്പ് പറഞ്ഞുള്ള പ്രാർത്ഥന. അന്ത്യകാലത്ത് ദൈവനിഷേധത്തിന് വേണ്ടി പത്രോസിൻ്റെ മേരിക്ക് കൊടുത്ത തിരുമുഖത്തിൻ്റെ ജപമാല. ഇതൊക്കെ അന്ത്യകാലത്തേക്ക് കൊടുത്തിട്ടത് എന്തിനാണെന്ന് അറിയൂ? ജനം മാപ്പ് പറയണം. മനുഷ്യർ ചെയ്തു വന്ന പാപങ്ങൾ, ഞാനിപ്പോൾ ഏത് വലിയ പാപമാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചെറുതാണോ ചെയ്യുന്നത് അതല്ല നോക്കുക. നമ്മൾക്കറിയാം നമ്മുടെ വീക്ക്നെസ് എന്താണെന്ന്. ഈ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടായൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾക്കിത് ഉപയോഗപ്പെടുമോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാനിങ്ങനെ സംസാരത്തിൻ്റെ വരെ കുറച്ച് വിഷമങ്ങളൊക്കെ കാണിക്കുന്നത് എനിക്ക് ആമാശയില്ലാത്തതിൻ്റെ അടയാളങ്ങളാണത്. പ്രിയ കൂട്ടുകാരെ, എൻ്റെ പാപം എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. എനിക്ക് അതിൽ നിന്ന് മോചനം കിട്ടാൻ പറ്റാതെ കിടക്കുന്ന ഒരു പാപം. എവിടെയെങ്കിലും സത്യത്തിന് വിരുദ്ധമായിട്ട് ആരെങ്കിലും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഞാൻ അപ്പം പ്രതികരിക്കും. മരണം എൻ്റെ മുമ്പിലുണ്ട്, പക്ഷെ ഞാൻ പ്രതികരിക്കും. സത്യമില്ലാത്ത കാര്യങ്ങൾ സത്യം പോലെ കാണിച്ചിട്ട് മുഖംമൂടിയിട്ട് വരുമ്പോൾ ഞാൻ പറയും, ആളല്ലേ ഇന്നാൾ ഇങ്ങനെ ചെയ്തത്, ഇവനല്ലേ ഇങ്ങനെ പറഞ്ഞത്, ഇവളല്ലേ ഇങ്ങനെ പറഞ്ഞത്, എന്നിട്ട് എന്താ ഇപ്പം ഇങ്ങനെ പറയണത്, ഈ ഒരു പ്രതികരണം. അതുപോലെ സമൂഹത്തിൽ വലിയ ചതികൾ നടക്കുമ്പോൾ ഞാൻ ആ ചതികളെക്കുറിച്ച് എനിക്ക് വേണ്ടപ്പെട്ടവരോട് മാത്രം പറയും, അല്ലാതെ മൈക്കിൽ പറയില്ല. ഞാൻ പറയും, ഇന്ന സംഭവം ഉണ്ട് കേട്ടോ, ഇന്ന കാര്യത്തിൽ ഇന്ന സംഭവം ഇതേ ആളുടെ ജീവിതം നശിച്ചു, നമ്മൾ സൂക്ഷിക്കണം എന്നെപ്പോഴും ഞാൻ പറയും. അത് ഞാൻ എപ്പോഴും വിചാരിക്കും, ഞാൻ പെട്ടുപോയ ചതികളിലും വിവരക്കുറവിലും ഇവർ പെടരുത്. അതുകൊണ്ട് പറയാം, അന്ധമായിട്ട് ആരും വിശ്വസിക്കരുത്, എന്തിൻ്റെ പിന്നാലെ പോകരുത്. അങ്ങനെ ഞാൻ കുറേ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ഞാൻ ഈ യോന പ്രവാചകൻ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു തുടങ്ങി, കർത്താവ് ഞാൻ ഇതിനെ എപ്പോഴും ഇങ്ങനെ അവർ ചതിക്കും ഇവർ ചതിക്കും ഇത് ശരിയല്ല എന്നൊക്കെ പറയണത് കേൾക്കുന്നവരുടെ മനസ്സിൽ എപ്പോഴും ഈ ചേച്ചി എന്തെങ്കിലും നെഗറ്റീവ് പറയണം എല്ലാവരെക്കുറിച്ചും. പക്ഷേ എല്ലാ കാര്യങ്ങളും പിന്നീട് അത് സത്യമായിട്ട് മനസ്സിലായിട്ടുമുണ്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമല്ല, സത്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് പ്രതികരിച്ച് ദേഷ്യത്തിലേക്ക് വരും. ഇതെന്തവർ ഇങ്ങനെയൊക്കെ ചെയ്ത്, എന്ത് അക്രമം കാണിക്കണേ, ഇങ്ങനെയൊക്കെ ഞാൻ പറയും. അതാണ് എൻ്റെ ഒരു പാപം. എനിക്കതിൽ നിന്ന് വിടുതൽ കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം ഞാൻ വിചാരിക്കും, അവിടെ ഇവിടെ എന്തെങ്കിലും നടന്നോട്ടെ, ഞാനെന്തിനും ഇത് ഇവരോട് പറയേണ്ട കാര്യം, മിണ്ടാതിരുന്നൂടെ എനിക്ക്. ഇങ്ങനെ മിണ്ടിയ പാപമല്ലേ. കാരണം മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ അവൻ്റെ സൽപ്പേരിന് കളങ്ക് വരത്തില്ല ഇവരോട് പറയുമ്പോൾ. പക്ഷേ ഇവർ ചതിയിൽ പെടില്ലേ, അതും ഞാൻ ഓർക്കും. ഞാൻ പറയും, മിണ്ടാതിരുന്നാൽ മതി. എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പ്രതികരിക്കാൻ തോന്നുന്നത്? എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഈ സത്യത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ദേഷ്യം വരുന്നത് പാപല്ലേ. അപ്പം ഞാനൊരിക്കൽ എൻ്റെ കുമ്പസാരക്കാരനോട് പറഞ്ഞു, ഇങ്ങനെയാണ് എൻ്റെ സ്ഥിതി, എനിക്ക് ആരോടും ദേഷ്യമില്ല, എന്നെ ദ്രോഹിച്ചവരോടൊക്കെ ഞാൻ ക്ഷമിച്ചിട്ടുണ്ട്. കാരണം ഈ ലോകം വിട്ടു പോകാറായി, ഇനിയിപ്പോൾ ചതി വഞ്ചന എന്തെങ്കിലുമൊക്കെ ആവട്ടെ, അവർക്ക് മാനസാന്തരം വരട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഒരു ഡയറിയിൽ, തിരുഹൃദയത്തിൻ്റെ ഡയറിയിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് പേരുകൾ, ഈശോ പറഞ്ഞിട്ട് ഇന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാം ചങ്ങലയിൽ കിടക്കണം. ചതിക്കുന്നവർ, വഞ്ചിക്കുന്നവർ, അപവാദം പറയുന്നവർ, നമ്മളെ ഇഷ്ടമില്ലാത്ത അകാരണമായിട്ട് എന്നെ വെറുക്കുന്നവർ, എന്നെ കണ്ടാൽ തന്നെ ദേഷ്യം വരുന്നവരുണ്ടാവും. അപ്പോൾ അതിനൊക്കെ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. ഒരുപാട് സമർപ്പിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഇപ്പോൾ. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കും. കുമ്പസാരക്കൂട്ടിൽ ഞാൻ പറയും, ഈശോയെ, ഞാൻ ഇങ്ങനെ സമൂഹത്തിലായാലും വീട്ടിലായാലും അനീതി കാണുമ്പോൾ, വീട്ടിലങ്ങനെ അനീതിയൊന്നും കാണാനില്ല ഇപ്പോൾ, അങ്ങനത്തെ അവസ്ഥയൊന്നുമില്ല. പക്ഷേ സമൂഹത്തിൽ നടക്കുന്ന അവസ്ഥകൾ മുഖമൂടിയിട്ടിട്ട് സത്യങ്ങൾ മറച്ചു വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ദേഷ്യം, അതാണ് എൻ്റെ പാപം. ഞാൻ പ്രതികരിക്കും. പുറത്ത് പറഞ്ഞില്ലെങ്കിലും ഞാൻ ഉള്ളിൽ പ്രതികരിക്കും. പിന്നെ അത്രയ്ക്കും വേണ്ടപ്പെട്ടവരോട് ഞാൻ ഇതൊക്കെ പങ്കുവയ്ക്കും. അത് പങ്കുവയ്ക്കുമ്പോൾ എനിക്ക് തോന്നും, ഞാൻ എന്തിനാ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ എൻ്റെ കുമ്പസാരക്കാരൻ പറഞ്ഞ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ആദ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞ, ഏത് പാപിയെ കാണുമ്പോഴും ഇവളുടെ കാലിൽ ചങ്ങല കിടക്കുന്നു, പിശാചിൻ്റെ ചങ്ങല. ഈ ചങ്ങല അവൻ വലിക്കുന്നതിനനുസരിച്ചിട്ടാണ് മനുഷ്യർ തുള്ളിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഏത് പാപി നമ്മുടെ അടുത്ത് വന്നാലും നമ്മൾ എന്ത് ചെയ്യണം? ആ ചങ്ങലയിൽ നിന്ന് അവനെ മോചിപ്പിക്കാൻ നാരകീയ സർപ്പത്തിൻ്റെ തല തകർത്ത പരിശുദ്ധ അമ്മേനെ വിളിക്കാം, വിശുദ്ധ മിഖായേലിനെ വിളിക്കാം. ഈശോയുടെ തിരുവിലാവിനൊഴുകുന്ന തിരുരക്തം ഈ ചങ്ങലയിലേക്ക്, അവളെ ബന്ധിച്ചിട്ടിരിക്കുന്ന ചങ്ങലയിലേക്ക് ഒഴുക്കണമേ, കർത്താവേ രക്ഷിക്കണമേ എന്ന് പറയും.
ഇങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് ആരോടും വെറുപ്പും വൈരാഗ്യവും തോന്നില്ല. രണ്ടാമത്തെ കാര്യം, ഞാൻ കുമ്പസാരക്കൂട്ടിൽ പോയി പറഞ്ഞ കാര്യം. കുമ്പസാരക്കൂട്ടിൽ ഞാൻ എൻ്റെ പാപം പറയും. അവിടെ നിന്ന് ഇറങ്ങി അപ്പം തന്നെ എന്തെങ്കിലും ഇതെന്ത് ഈ കാണിക്കണേ അപ്പം പറയും. ശരിയല്ലാത്തത് കാണിക്കുമ്പോൾ എന്താ ഈ കാണിക്കണത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഭയങ്കര ദേഷ്യം വരും ഇങ്ങനെ സത്യമില്ലാത്ത ചെയ്യുമ്പോൾ കേട്ടോ. പാപികൾ വരുന്നാൽ എനിക്ക് ഒരാളുടെ അടുത്തും ദേഷ്യം വന്നിട്ടില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഒരു കൊലപാതകി എൻ്റെ മുമ്പിൽ വന്ന് പോയിട്ടുണ്ട്. 225 സ്ത്രീകളെ വ്യഭിചരിച്ചു എന്ന് പറഞ്ഞൊരു മനുഷ്യൻ എൻ്റെ മുമ്പിൽ വന്ന് പോയിട്ടുണ്ട്. എനിക്ക് അവരോടൊക്കെ സഹതാപമാണ് തോന്നിയിട്ടുള്ളത്, ഒരിക്കലും ദേഷ്യം തോന്നിയിട്ടില്ല. അതെനിക്ക് ക്ലിയർ ആയിരുന്നു, ഇവർ പിശാചിൻ്റെ ചങ്ങലയിലാണ്. പക്ഷേ ഈ കാര്യങ്ങളൊന്നും എനിക്ക് അങ്ങനെ പെട്ടെന്ന് വരുന്നില്ല. അതുകൊണ്ട് ദേഷ്യം വന്നു, പാപമായിട്ട് പറഞ്ഞു. അപ്പോൾ കുമ്പസാരക്കാരൻ പറഞ്ഞു, ഏത് വിശുദ്ധൻ്റെ അസിസ്റ്റൻ്റ് ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഫ്രാൻസിസ് സാലസ് ആണോ, അത് ഞാൻ മറന്നുപോയി. ആ വിശുദ്ധൻ്റെ അസിസ്റ്റൻ്റ് എപ്പോഴും ഗുരുവിൻ്റെ അടുത്ത് നിന്ന് പറയത്രേ, ഗുരു പറഞ്ഞിട്ടുണ്ട് നീ എന്നോട് പറയണം വെള്ളം തിളയ്ക്കുന്നു വെള്ളം തിളയ്ക്കുന്നു വെള്ളം തിളയ്ക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു. പിടികിട്ടിയോ നിങ്ങൾക്ക്? അസിസ്റ്റൻ്റ് എപ്പോഴും വന്നിട്ട് പറയും, ഗുരു വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നു, വെള്ളം തിളയ്ക്കുന്നു വെള്ളം തിളയ്ക്കുന്നു എന്ന് പറയും. അതിന് കാരണം എന്താണെന്നറിയോ? വെള്ളം തിളയ്ക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ചൂടാകുന്നു, എനിക്ക് ദേഷ്യം വരുന്നു എന്ന് എന്നെ ഓർമ്മപ്പെടുത്തലാണ് ആ ശിഷ്യൻ ചെയ്യുന്നത്. എനിക്കത് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു. ഞാൻ വിചാരിച്ചു, ദൈവമേ എനിക്കൊരു അസിസ്റ്റൻ്റ് ഇല്ലല്ലോ വെള്ളം തിളയ്ക്കുന്നു എന്ന് പറയാൻ. ആരെങ്കിലും പറയണ്ടേ വെള്ളം തിളയ്ക്കുന്നു, അപ്പോഴല്ലേ എനിക്ക് മനസ്സിലാവുള്ളൂ ഞാൻ ചൂടായി തുടങ്ങി. അങ്ങനെ പറയാൻ എനിക്ക് ആരുമില്ല. അതുകൊണ്ട് ഞാൻ ദേഷ്യപ്പെടും. ആകെ ദേഷ്യപ്പെടുന്ന സമയങ്ങൾ സത്യത്തിന് വിരുദ്ധമായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രമേ ഞാൻ ദേഷ്യപ്പെടാറുള്ളൂ, എനിക്ക് ദേഷ്യം വരാറുള്ളൂ. അത് ചെയ്ത ആളുകളോടൊന്നും ഞാൻ ദേഷ്യത്തിൽ പ്രതികരിക്കില്ല. അങ്ങനെയൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് ഇവിടെ വീട്ടിലിരുന്ന് വേണ്ടപ്പെട്ടവരോട് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കും. പ്രിയ കൂട്ടുകാരെ, നമ്മളെല്ലാവരും ഓരോ തരം പാപങ്ങൾക്ക് അടിമയാണ്. ദേഷ്യപ്പെടലായാലും അതൊരു ചങ്ങലയാണ്. അതിൽ നിന്ന് വിട്ടുകിട്ടാൻ ഞാൻ കുറേ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം മീതയ്ക്ക് മീതെ വരും അനീതി പ്രവർത്തിച്ചിട്ടുള്ള, മുഖംമൂടി വെച്ചിട്ടുള്ള കുറേ ജീവിതങ്ങൾ. ഞാൻ പലപ്പോഴും പലരോടും പറയും, എന്തിനെങ്ങനെ തുറന്ന് പറഞ്ഞൂടെ, ഒന്നും സംഭവിക്കില്ല, അതോടുകൂടി പ്രശ്നങ്ങളൊക്കെ കഴിയും. ഞാനിന്ന് നിങ്ങളോട് പങ്കുവെച്ചത് എൻ്റെ ഒരു കുമ്പസാര രഹസ്യമാണ്. ഇത് നിങ്ങൾക്ക് പ്രയോജനമാണെങ്കിൽ ആവട്ടെ. പ്രിയ കൂട്ടുകാരെ, കരുണയുടെ അവസാന മണിക്കൂർ എന്ന് പറയുന്ന പുസ്തകത്തിനെ വായിച്ചു തരാൻ ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനു മുമ്പ് ഞാൻ നിങ്ങളോട് 1-2 കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണിത് പങ്കുവെക്കുന്നത്. ലോകാവസാനം, യുഗാന്ത്യം, അവസാന മണിക്കൂർ, സൂര്യൻ അന്ധകാരാവും, ഭൂമി ഇളകിയാടും, ഭൂകമ്പങ്ങൾ വരും, ക്ഷാമങ്ങൾ വരും, യുദ്ധങ്ങൾ, ഇതെല്ലാം കേൾക്കും. സഭയിൽ വളരെയധികം വിശ്വാസരാഹിത്യം വരും, വിശ്വാസ തകർച്ച വരും. ഇതൊക്കെ പ്രവചിച്ചിട്ടുള്ളതാ. ഇതൊക്കെ പ്രവചിക്കുമ്പോൾ പരിശുദ്ധ അമ്മ പറഞ്ഞു, നീ ഒരൊറ്റ കാര്യം നീ നോക്കുണ്ടോ, നീ നന്നായി ജീവിച്ചാൽ മതി, നീ കൽപ്പനകൾ പാലിച്ചാൽ മതി, വേറൊന്നും നീ ശ്രദ്ധിക്കണ്ട. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഓരോ മനുഷ്യനും പാപത്തെ ഉപേക്ഷിച്ച് എളിമപ്പെട്ട് വചനം 10 കൽപ്പനകൾ പാലിച്ച് വിശുദ്ധ ഗ്രന്ഥ അടിസ്ഥാനത്തിൽ ജീവിച്ചാൽ മതി. ആർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകേണ്ട ആവശ്യമില്ല. പിന്നെ സുവിശേഷം ലോകം മുഴുവൻ എത്തിയാലേ ലോകാവസാനം വരൂ എന്ന് അറിവില്ലാതെ തെറ്റിദ്ധരിക്കേണ്ട. സുവിശേഷം എന്ന് പറഞ്ഞാൽ നല്ല വിശേഷമാണ്, സ്നേഹത്തിൻ്റെ സുവിശേഷമാണ്. അത് ലോകം മുഴുവൻ ഏകദേശം എത്തിക്കഴിഞ്ഞു. സുവിശേഷം എന്ന് പറയുന്നത് ഒരിക്കലും ബൈബിളിലെ പേരുകൾ അറിഞ്ഞില്ല എന്നുള്ളതല്ല. പഴയ നിയമത്തിൽ എന്തുമാത്രം പേരുകളുണ്ട്, ഇതൊക്കെ മനുഷ്യർ ഓർത്തിരിക്കുമോ? നമുക്ക് ആകെ ഒറ്റ അറിവുണ്ടായാൽ മതി, പിതാ പുത്ര പവിത്രാത്മൻ, അതാണ് നമ്മുടെ ദൈവം. അത് ഒരുവിധ ആളുകൾക്കൊക്കെ അറിയാം, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്. ഇനി ഇവർക്കുള്ള മറ്റുള്ള പേരുകളും കൂടി ലോകം അറിയണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നില്ല. ഈശോ പറഞ്ഞു, സ്നേഹത്തിൻ്റെ ദൈവത്തെ, സ്നേഹമാകുന്ന ദൈവത്തെ തിരിച്ചറിഞ്ഞാൽ മതി. എന്താണ് ദൈവത്തിൻ്റെ ഛായ? സ്നേഹമാണ് ദൈവത്തിൻ്റെ ഛായ. ആ സ്നേഹമാണ് നമ്മളിൽ പ്രതിഫലിക്കേണ്ടത്. അതല്ലാതെ എല്ലാത്തിൻ്റെയും അർത്ഥങ്ങളും മാനങ്ങളും ഒക്കെ ഉൾക്കൊണ്ടിട്ടുണ്ട്. പക്ഷേ കമ്മ്യൂണിറ്റിയിലെ ആളുകളോട് സ്നേഹിക്കാൻ പറ്റുന്നില്ല, കുടുംബത്തെ ആളുകളോട് സ്നേഹിക്കാൻ പറ്റുന്നില്ല എന്ന് വന്നാൽ എന്തറിവ് കിട്ടിയിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല കേട്ടോ.
ഞാനിതൊന്നും നിങ്ങളോട് പങ്കുവെക്കാനായിട്ട് ഇന്ന് വന്നതാണ്. ഞാൻ ശരിയായാൽ എനിക്ക് കൊള്ളാം. ഞാൻ എൻ്റെ ഈ ദേഷ്യവും പ്രതികരണമൊക്കെ നിർത്തിയാൽ എനിക്ക് കൊള്ളാം. നിർമ്മലയായിട്ട് കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കാം. അതല്ല, മറ്റുള്ളവരുടെ തെറ്റുകളൊക്കെ പെട്ടെന്ന് എന്നെ പ്രകോപിപ്പിക്കുന്നുണ്ടെങ്കിൽ ഞാനും പിശാചിൻ്റെ ചങ്ങലയിലാണ്. അവൻ എന്നെ ഓരോ കാര്യങ്ങൾ കാണിച്ച് ദേഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇപ്പം ഞാൻ 1-2 പേരോട് പറഞ്ഞു, നിങ്ങൾ അവിടുത്തെ ഇവിടുത്തെ വിഷമങ്ങളൊന്നും എന്നോട് വന്ന് പറയണ്ട. കാരണം അത് കേൾക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരും. ഇത് എന്ത് നീതിയല്ലാതെ ഇങ്ങനെ പ്രവർത്തിക്കുന്നു. ഞാൻ നിങ്ങൾ സഹിക്കുക. കുടുംബത്തിൽ ചിലപ്പോൾ അമ്മായിമ്മയുടെ പോര് സഹിക്കാൻ പറ്റാത്ത മരുമകളുടെ പോര് സഹിക്കാൻ പറ്റാത്ത അമ്മായിമ്മ, നാത്തൂമാരുടെ പോര് സഹിക്കാൻ പറ്റാത്ത നാത്തൂമാർ, ഇവരൊക്കെ വളരെ കംപ്ലൈൻറ്റ് പറയും. സ്വന്തം മാതാപിതാക്കളിൽ നിന്ന് കിട്ടുന്ന വേദനകൾ. അപ്പം ഞാൻ ചോദിക്കും, ദൈവം ഇത് പെറ്റമ്മയല്ലേ, എന്താ ഇത്? അപ്പം നമ്മൾ ദേഷ്യത്തിലേക്കായി. അപ്പോൾ ഞാൻ പറയും, ഒരു അസിസ്റ്റൻറ്റിനെ നിർത്തണം. ഞാൻ എൻ്റെ കാവൽ മാലാഖയോട് പറഞ്ഞിട്ടുണ്ട്, വെള്ളം തിളയ്ക്കണം എന്നൊന്ന് പറഞ്ഞോളൂ. അപ്പോൾ എനിക്കൊരു ബോധ്യം വരും, വെള്ളം തിളയ്ക്കണ്ട, ചൂടാവണ്ട. അപ്പോൾ പ്രിയ കൂട്ടുകാരെ, ഞാൻ കരുണയുടെ അവസാന മണിക്കൂർ എന്ന് പറയുന്ന പുസ്തകം 10-11 ദിവസം കൊണ്ട് വായിച്ചു തീർക്കും. 160 പേജാണുള്ളത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഒന്നുകൂടി പറയാണ്, യുഗം അവസാനിക്കുന്നതിന് മുമ്പ് നമ്മൾ എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്? നമ്മൾ നമ്മുടെ ജീവിതം ശരിയാക്കിയാൽ മതി. നമ്മുടെ ജീവിതം നമ്മുടെ പാപങ്ങളിൽ നിന്നൊക്കെ മോചനം കിട്ടാനായിട്ട് അതിൽ നിന്ന് ഓടിപ്പോയാൽ മതി. അതിനോട് മല്ലിട്ട് ജീവിതം ദൈവത്തിന് ഇഷ്ടമുള്ളതാക്കി തീർത്താൽ മതി. ഇതിന് നമുക്ക് ശ്രമിക്കാം. വേറെ ആരുടെയും കുറവുകൾ നമ്മളിനി ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ അനീതികൾ നടക്കട്ടെ, പക്ഷേ അത് പറയാതിരിക്കാനും അതിനെക്കുറിച്ച് ദേഷ്യപ്പെടാതിരിക്കാനും അതിനെ ഈശോ ആഗ്രഹിക്കുന്നത് പോലെ നേരിടാനുമുള്ള വലിയ കൃപ, അനുതാപത്തിൻ്റെ കൃപ, പശ്ചാത്താപത്തിൻ്റെ കൃപ കിട്ടിയതിന് ശേഷം പ്രാർത്ഥന, പരിഹാരം, പരിശുദ്ധ കുർബാനയിലൂടെ, ജപമാലയിലൂടെ, ദിവ്യകാരുണ്യ ആരാധനയിലൂടെ. ഇത്രയേ ഉള്ളൂ ഈ ലോകാവസാനത്തിൻ്റെയും യുഗാന്ത്യത്തിൻ്റെയും അവസാനത്തിൽ വന്ന് നിൽക്കുക. ഈ 3 കാര്യം ഉണ്ടാകുക. സ്നേഹത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചാൽ എവിടേക്കും ഓടിപ്പോകണ്ട. പിന്നെ ആവശ്യമില്ലാത്ത കുറേ തെറ്റായ സഭയുടെ ഇതുകളല്ലാത്ത പുസ്തകങ്ങളുടെ പിന്നാലെ പോകരുത്. അവർ കുറേ നല്ല കാര്യങ്ങളൊക്കെ പറയും, അതിൻ്റെ ഇടയിൽ കൂടെ കുറേ തെറ്റായ ബോധ്യം തരും. നമ്മൾ മാത്രമേ രക്ഷപ്പെടുള്ളൂ. നമുക്ക് ഓടി രക്ഷപ്പെടാൻ വിടുന്നു. എവിടേക്ക് ഓടുന്നു? ആഴിയുടെ അഗാധങ്ങളിൽ പോയാൽ അവിടെയുണ്ട് ദൈവം. നീ ആകാശവിധാനങ്ങൾ ഒളിച്ചാൽ അവിടെയുണ്ട് ദൈവം. നീ എവിടെ പോയി ഒളിച്ചാലും കാര്യമില്ല. മരിക്കേണ്ട ദിവസം മരിക്കുക തന്നെ ചെയ്യും. മരണത്തിന് മുമ്പ് നന്നായി ജീവിച്ചോ, അതേ ഈശോ പറഞ്ഞിട്ടുള്ളൂ. അതിന് എന്നെപ്പോലെയൊക്കെ വാണിംഗ് കിട്ടിയാൽ നല്ല കാര്യം. കുറച്ചും കൂടി വേഗത കൂടും, നന്നാവാനുള്ള വേഗത. അല്ലാതെ നമ്മൾ ഈ വീട് വിട്ട് ആ വീട് പോയി, ആ വീട് വിട്ട് ഇവിടെ പോയി, ഒരു രക്ഷയില്ല. എവിടെ പരപ്രസാദ അവസ്ഥയിലായിരിക്കുന്നവരുണ്ടോ അവരുടെ മെഴുകുതിരികൾ അവസാന കാലത്ത് കത്തുള്ളൂ. കിലോ കണക്കിന് മെഴുകുതിരി മേടിച്ച് വെഞ്ചിരിച്ച് വെച്ചിട്ട് കാര്യമൊന്നുമില്ല. നിന്റെ ജീവിതത്തിൽ നീ പരപ്രസാദ അവസ്ഥയിൽ അല്ലെങ്കിൽ നിന്റെ മെഴുകുതിരി കത്തില്ല. ഈ സത്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ നമ്മൾ ഈ മുന്നറിയിപ്പുകളെ സ്വീകരിക്കണം. നിനവേ നഗരം ആ മുന്നറിയിപ്പുകളെ സ്വീകരിച്ച് മാനസാന്തരപ്പെട്ടതുപോലെ ചാക്കൊടുത്ത് ചാരം പൂശി അനുദപിച്ച് പ്രായശ്ചിത്തം ചെയ്ത് നമുക്ക് മുന്നേറാം. അപ്പോൾ നമ്മുടെ മെഴുകുതിരികളൊക്കെ കത്തും. ഈ യുഗാന്ത്യത്തെ കേട്ട് വിഷമിക്കാനോ പേടിക്കാനോ കാര്യമില്ല. എല്ലാം നടക്കും. പ്രവചനങ്ങളിൽ പറഞ്ഞതൊക്കെ നടക്കും. ഭൂകമ്പങ്ങൾ വരും, ജലപ്രളയം വരും, ക്ഷാമങ്ങൾ വരും, മഹാമാരി അയക്കും, സൂര്യനിലും ആകാശത്തിലുമൊക്കെ അടയാളങ്ങൾ കാണും. അപ്പോൾ സൈലൻ്റായിട്ട് വിചാരിച്ചോ, നമ്മുടെ കർത്താവ് വരാറായിട്ടുണ്ട്, ഞാൻ ഒന്നും കൂടെ വിശുദ്ധിയുള്ളവനാകണം. ഇത്രയും ചിന്തിച്ചാൽ മതി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ.